ഇനി ഫൈനലി ഇതൊന്നും തന്നെ ഇല്ല, അതൊന്നും ഇല്ലെങ്കിൽ അയാളുടെ കണ്ണുകൾ ആദ്യം സെർച്ച് ചെയ്യുക, കണ്ടെത്തുന്നത് എന്തെങ്കിലും ഒരു പല വസ്തുക്കൾ കൂടി ഒരു ഷേപ്പ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ പോവും. അതായത് ഒരു വസ്തുക്കളുടെ ഷേപ്പ്, രൂപങ്ങൾ, ആ രൂപങ്ങളിലേക്ക് ഇപ്പം കാഴ്ചക്കാരൻ്റെ ശ്രദ്ധ പോവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കണ്ണുകളെ കൊത്തിവലിക്കുന്നത്. ഒരു ഫോട്ടോ കാണുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതിൽ ആദ്യത്തേത് നോൺ ഒബ്ജക്ട്സ്. നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ വേറെ എന്ത് തന്നെ അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ആളിനെ പെട്ടെന്ന് കണ്ടെത്തുകയും അതിന് ശേഷം മാത്രം മറ്റുള്ള വസ്തുക്കളിലേക്ക് പോവുകയും ചെയ്യും. രണ്ടാമത്തേത് വലിയ സൈസുള്ള ഒരു ഒബ്ജക്റ്റ് ആ ഫ്രെയിമിലുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതേ മാത്രമേ കാണുള്ളൂ, പിന്നെയാണ് മറ്റുള്ളതിന് കാണുക. കളർ ആൻഡ് കോൺട്രാസ്റ്റിലേക്ക് പെട്ടെന്ന് ഒരു കളറിൻ്റെ ഒരു ഡിഫറൻസ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് അങ്ങോട്ട് പോയിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ട് അവിടെ നിൽക്കും. പിന്നെ ലൈറ്റിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ഹൈലൈറ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ് സ്പോട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് പോവും. പിന്നെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്ന ഒരു ഫോട്ടോയിൽ ഒരേ പാറ്റേണിലുള്ള ഒരു സംഭവത്തിൽ ആ പാറ്റേൺ എവിടെയെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ അതും നമ്മളെ കണ്ണുകളെ ആദ്യം ആകർഷിക്കുക. പാറ്റേൺ ബ്രേക്ക് ആവുന്ന പോയിന്റ് നമ്മളെ കണ്ണുകളെ ആകർഷിക്കും. ഫോക്കസ് ആയ അല്ലെങ്കിൽ ഷാർപ്പായി കിടക്കുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മളെ കണ്ണുകളെ ആകർഷിക്കും. അത് മറ്റുള്ള ഭാഗങ്ങൾ ഷാർപ്പ് അല്ലെങ്കിൽ ഇത് വളരെയധികം സ്ട്രൈക്കിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഷാർപ്പാണ്, പക്ഷെ ഒരു ഭാഗം എക്സ്ട്രാ ഷാർപ്പാണെങ്കിൽ അതും നമ്മളെ വളരെയധികം അട്രാക്റ്റ് ചെയ്യും. രൂപങ്ങൾ, അതും നമ്മളെ ആകർഷിക്കും പെട്ടെന്ന്. അപ്പോൾ ഇത് രൂപങ്ങൾ എന്നുള്ളതൊരു ലാസ്റ്റത്തേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു ഫോട്ടോഗ്രാഫിൽ നമ്മളുടെ കണ്ണുകളെ ആകർഷിക്കുന്നത്. ഇനി